ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ SCRTയിൽ 6ാം ക്ലാസ്സിലെ അധ്യായം 7 ആകർഷിച്ചും വികർഷിച്ചും എന്ന ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തു പോകുന്നത്. 5ാം ക്ലാസ്സിലെ സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ 6 ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ കംപ്ലീറ്റ് ചെയ്തതല്ല, ക്വസ്റ്റ്യൻ പൂളും വർക്ക് ഷീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും പോകുന്നത്. ഒരു പോയിന്റ് പോലും വിടാതെയാണ് കേട്ടോ എല്ലാ ക്ലാസ്സുകളും പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് അതിൽ പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് രൂപത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തത്, കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ എന്താണ്? കാന്തിക വസ്തുക്കളാണ്. അതായത് ഒരു വസ്തുവിനെ ഒരു മാഗ്നെറ്റ് ആകർഷിക്കുന്നുണ്ട് എങ്കിൽ ആ വസ്തുവിനെ എന്ത് പറയാം? അതൊരു മാഗ്നറ്റിക് ആണ് അല്ലേ? കാന്തിക വസ്തുക്കളാണ്. ഉദാഹരണം എന്തൊക്കെയാണ് കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്. ഏതൊക്കെയാണ്? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്. ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. ഇനി കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളിനെ നമ്മൾ എന്ത് പറയുന്നു? അകാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നു. ഉദാഹരണം കാൽസ്യം, പ്ലാസ്റ്റിക്. അകാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം ഏതാണ്? കാൽസ്യം, പ്ലാസ്റ്റിക്. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിയുന്ന പാറകൾ ഏതാണ്? ലോഡ് സ്റ്റോൺ ആണ്. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിയുന്ന റോക്സ് അല്ലെ, പാറകൾ ഏതാണ്? ലോഡ് സ്റ്റോൺ എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതിയാലുള്ള ഒരു കാന്തമാണ് ഏത്? ലോഡ് സ്റ്റോൺ. പ്രകൃതിയാലുള്ള കാന്തം ഏതാണ്? ലോഡ് സ്റ്റോൺ. പ്രകൃതിദത്തമായി കാന്തം കണ്ടെത്തിയ ഗ്രീക്കുകാരനായ ആറ്റിഡേന്റെ പേരാണ് മാഗ്നസ്. പ്രകൃതിദത്തമായിട്ടുള്ള കാന്തം ആര് കണ്ടെത്തി? മാഗ്നസ് കണ്ടെത്തി. അദ്ദേഹം ആരായിരുന്നു? ഗ്രീക്കുകാരനായ ഒരു ആട്ടിടയനായിരുന്നു. കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. ഇങ്ങനെ എഴുതാ, അൽനിക്കോ അല്ലെ. അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണല്ലേ? അലുമിനിയം അല്ലെ. 1 അലുമിനിയം, പിന്നെ 2 നിക്കല്, 3 കൊബാൾട്ട്, പിന്നെ പൊതുവായിട്ട് അടങ്ങിയതായിരിക്കും ഏത്? അയൺ എന്ന് പറയുന്നത്, ഇരുമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ വരും? അൽനിക്കോയില് അലുമിനിയം, എയിൽ കണ്ടോ അലുമിനിയം, Ni നിക്കല്, Co കൊബാൾട്ട്, പിന്നെ പൊതുവായിട്ടുള്ളതാണ് ഏത്? അയൺ എന്ന് പറയുന്നത്. അയൺ എന്നത് ഇരുമ്പ്. നമ്മളിപ്പോൾ പഠിച്ചു അൽനിക്കോയിൽ ഏതൊക്കെ ലോഹങ്ങളാണ് എന്ന് വരുന്നത് എന്ന്. ഇരുമ്പ്, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു വരുന്ന ലോഹസങ്കരങ്ങൾ, മാഗ്നറ്റ് നിർമ്മിക്കാൻ ഉപയോഗിച്ചു വരുന്ന ലോഹസങ്കരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിയോഡിമിയം, സമീറിയം. നിയോഡിമിയം, സമീറിയം എന്നാണ് കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു വരുന്ന ലോഹസങ്കരങ്ങൾ. കാന്തത്തിന്റെ അഗ്രഭാഗങ്ങളിലാണ്, ഇത് നോട്ട് ചെയ്യണം, പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരു മാഗ്നറ്റ് എടുക്കുന്ന സമയത്ത് അതിന് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് പവർ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിന്റെ അഗ്രഭാഗങ്ങളിലാണ്. നമുക്കിപ്പോൾ ഒരു മാഗ്നറ്റ് എടുക്കുമ്പോൾ അതിൽ ഫുള്ള്, അതായത് അതിന്റെ മൊത്തത്തിൽ എന്താണ് കാന്തികശക്തി ഒരേപോലെയല്ല, പക്ഷെ അതിന്റെ അഗ്രഭാഗങ്ങളിലാണ് അതിന് മാഗ്നറ്റിക് പവർ കൂടുതൽ. ആ അഗ്രഭാഗത്തെ വിളിക്കുന്ന പേരാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന്. അഗ്രഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ്? കാന്തിക ധ്രുവങ്ങൾ എന്നാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു കാന്തം, ഒരു കാന്തത്തിനെ സ്വതന്ത്രമായിട്ട് കെട്ടിത്തൂക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ദിശയിലായിരിക്കും? തെക്ക് വടക്ക് ദിശയിലായിരിക്കും. ഏത് ദിശയിലാണ്? തെക്ക് വടക്ക് ദിശയിലായിരിക്കും ഒരു സ്വതന്ത്രമായിട്ട് കെട്ടിത്തൂക്കിയ കാന്തം സ്ഥിതി ചെയ്യുന്നത്. കാന്തത്തിന്റെ ഒരേ തരം ധ്രുവങ്ങൾ ഏതായിരിക്കും? സജാതീയ ധ്രുവം. കാന്തത്തിന്റെ വ്യത്യസ്ത ധ്രുവങ്ങൾ ഏതാണ്? അത് വിജാതീയ ധ്രുവങ്ങളാണ്. കാന്തത്തിന്റെ വ്യത്യസ്ത ധ്രുവങ്ങൾ എന്ന് പറയുന്നത് വിജാതീയ ധ്രുവങ്ങൾ. കാന്തത്തിന്റെ ഒരേ തരം ധ്രുവം സജാതീയ ധ്രുവം, വ്യത്യസ്ത ധ്രുവം വിജാതീയ ധ്രുവം. എങ്കിൽ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വന്നാൽ എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. സജാതീയം എന്ന് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ് അല്ലേ, പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? നെഗറ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വികർഷിക്കുന്നു. ഇവിടെ വിജാതീയ ധ്രുവം അല്ലെ, വിജാതീയ ധ്രുവം പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആണ്, പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ പോസിറ്റീവ് ആണ് അല്ലേ. ഇതിങ്ങനെ ഒരു ക്ലൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വെറുതെ സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കുന്നത്, നമ്മൾ എക്സാം ഹാളിൽ നമുക്കത് ആകർഷിക്കുകയാണോ വികർഷിക്കുകയാണോ എന്നൊക്കെ തോന്നും. അപ്പൊ ഇവിടെ ഇത് കണക്ട് ചെയ്താൽ മതി. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്
ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ്. ഓക്കെ, സജാതീയ ധ്രുവങ്ങൾ അടുത്ത് സജാതീയം അല്ലെ, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ആണല്ലോ അല്ലെ. സജാതീയ ധ്രുവങ്ങൾ അടുത്ത് വന്നാൽ അവിടെ എന്താണ്, വികർഷിക്കുകയാണ് ചെയ്യുന്നത്. വിജാതീയ ധ്രുവങ്ങൾ അടുത്ത് വന്നാലോ അത് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ എന്തു പറയുന്നു? കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. കാന്തത്തിന് ചുറ്റും ഒരു കാന്തം, ഒരു മാഗ്നറ്റ്, ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ഇതിനു ചുറ്റും ഒരു കാന്തിക അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ മേഖലയെ എന്ത് പറയുന്നു? ഒരു കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. ബാർ കാന്തത്തേക്കാൾ ശക്തി കൂടുതലുള്ളത് ഏത് കാന്തത്തിനാണ്? യു കാന്തത്തിനാണ്. ബാർ കാന്തത്തിനേക്കാൾ ശക്തി കൂടുതലുള്ളത് യു കാന്തത്തിനാണ്. ഒരു കാന്തിക വസ്തുവിൽ തുടർച്ചയായി കാന്തത്തിന്റെ ഒരു ധ്രുവം ഉരസുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? ഒരു കാന്തിക വസ്തുവില് തുടർച്ചയായിട്ട് കാന്തത്തിന്റെ ഒരു ധ്രുവം ഉരസുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? ആ വസ്തുവിന് കാന്തികത്വം ലഭിക്കും. ഓക്കെ, ഈ ലെസണിൽ കൂടുതൽ പഠിക്കാനില്ല, അത് കുറച്ച് ചെറിയ, ഞാൻ പറഞ്ഞല്ലോ ചെറിയ ലെസൺ ആണ്. ഇതാണ് നമ്മൾ ബാർ കാന്തം എന്ന് പറയുന്നത്. യു കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ടറിക്കൽ കാന്തം, ഇതൊക്കെയാണ് ഇതിന്റെ ഷേപ്പുകൾ. നമ്മൾ നേരത്തെ പഠിച്ചു ബാർ കാന്തത്തേക്കാൾ കാന്തിക ശക്തി ഏതിനാണ്? യു കാന്തത്തിനാണ്. ഇതാണ് യു കാന്തം. പഠിച്ചല്ലോ, ബാർ കാന്തം, യു കാന്തം, ഡിസ്കിന്റെ ആകൃതിയിൽ ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ആർക്ക്, സിലിണ്ടറിക്കൽ കാന്തം. പഠിച്ചല്ലോ. ഈ ലെസൺ ഓക്കെ ആയാലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് 5ാം ക്ലാസ്സിൽ, ഇപ്പൊ നമ്മൾ 5ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6ാം ക്ലാസ്സിൽ നമ്മൾ ഇനി രണ്ട് ലെസൺ കൂടി, 10 ലെസൺ ആണ് ആകെ ഉള്ളത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ ഓരോരോ ലെസൺ എന്താണ് ഓരോരോ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് തീർത്ത് വരാം. എന്നിട്ട് നമുക്ക് ഒന്നായിട്ട് റിവിഷനും വരാം. 5ാം ക്ലാസ്സിൽ മൊത്തം എല്ലാ ലെസണും കൂടി എടുത്തിട്ട് ഒരു റിവിഷൻ, അതുപോലെ 6ാം ക്ലാസ്സിൽ എടുത്തിട്ട് ഒരു റിവിഷൻ, അങ്ങനെ എന്ത് ചെയ്യാം? 10 വരെയുള്ളത് ഓരോ മുഴുവനായിട്ടും അടങ്ങുന്ന എല്ലാ ലെസണും നമുക്ക് റിവിഷൻ ചെയ്തിട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.